പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അവനവന് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ഉണ്ടാവും. ചിലർക്ക് ബിരിയാണി ആവാം, മറ്റു ചിലർക്ക് ചപ്പാത്തി ആവാം, പൊറോട്ട, ഇങ്ങനെ പല പല രീതിയിലാവും ഓരോരുത്തരുടെ ഭക്ഷണ രീതി. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ബിരിയാണി. ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സൊന്ന് കുളിരും. അതും ആട് ബിരിയാണി. നല്ല ഇളം ആട്ടിറച്ചി കൊണ്ടുവന്ന് ഞാനല്ലാതെ വേറൊരാൾ വെച്ച് തരുന്ന ബിരിയാണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ചില ദിവസം ഞാൻ ബിരിയാണി സ്വപ്നം കാണും. എന്നാൽ പിറ്റേ ദിവസം ഞാൻ എന്തെങ്കിലും തട്ടിക്കൂട്ടി ഒരു ബിരിയാണി ഒപ്പിച്ചെടുക്കും. അങ്ങനെ ഇന്നലെ രാത്രി കണ്ട ബിരിയാണിയിൽ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് ഇളക്കുന്ന രംഗമായിരുന്നു ആദ്യം വന്നത്. എത്ര ഇളക്കിയാലും വെന്ത് കിട്ടാത്ത ഒരവസ്ഥയായിരുന്നു സ്വപ്നത്തിൽ. ഏതായാലും നേരം പുലർന്നു. പ്രഭാത സൂര്യൻ്റെ ഈ ഒളിഞ്ഞു നോട്ടം കണ്ടാലറിയാം ബിരിയാണി കൊതിയായ എന്നെ കളിയാക്കുന്നുണ്ടെന്ന്. ബിരിയാണി വെക്കാനുള്ള എല്ലാ സാധനങ്ങളും കയ്യിലില്ല. എന്നിരുന്നാലും ഒരു തട്ടിക്കൂട്ട് ബിരിയാണി എന്തായാലും ഞാൻ ഇന്ന് ഉണ്ടാക്കിയെടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്ത് തീർത്തത്. രാവിലെ കുടിച്ച ചായയിൽ കുത്തിയെടുത്ത ബിസ്ക്കറ്റിന് പോലും ബിരിയാണിയുടെ ടേസ്റ്റ് തോന്നി. വീട്ടുകാർ എപ്പോഴും കളിയാക്കാറുണ്ട് ഒടുക്കത്തെ ബിരിയാണി കൊതി എന്ന് പറഞ്ഞ്. എന്നാലും ഞാൻ എൻ്റെ കൊതി മാറ്റാതെ തന്നെ ഇതുവരെ കൊണ്ടു നടന്നിട്ടുണ്ട്. പിന്നെ കളിയാക്കലൊന്നും ഞാൻ ഏറ്റെടുക്കാറില്ല കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ആ ബിരിയാണിയുടെ ഒരു കൊതി കാണാനുണ്ട്. രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബിരിയാണിയിലേക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഇന്നലെ രാത്രി സ്വപ്നത്തിൽ ആരോ ആക്രമിക്കാൻ എത്തി. ആ കാരണം കൊണ്ട് തന്നെ നിലവിളിച്ച് സൗണ്ടൊക്കെ ഇന്ന് പ്രോബ്ലമായി കിടക്കുകയാണ്. ബിരിയാണി ചട്ടിയിലെ ഓയിലൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ചിക്കൻ മുളകും മഞ്ഞളും ഉപ്പൊക്കെ തേച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് വലിയൊരു ത്രില്ലുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇതുപോലെയാണ് ബിരിയാണി വെക്കുന്നത്. അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും അരിഞ്ഞു വെച്ച സവോളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീഡിയോ കാണുന്ന നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ സവോള എങ്ങനെ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും. ഇല്ല, അതൊക്കെ നന്നായി വെന്ത് അതിലലിഞ്ഞു ചേരും. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ആ സമയത്ത് നമുക്ക് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, വലിയ ജീരകം, പച്ചമല്ലിയാണ് നമ്മൾ ഇതിനെടുക്കുന്നത്. എല്ലാം കൂടെ നമുക്ക് നന്നായി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അതിലേക്ക് 2 ഏലക്കായും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സിയിൽ അരച്ചെടുത്ത് നമ്മുടെ ബിരിയാണി കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി നന്നായി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഏറ്റവും ചെറിയ തീയിലായിരിക്കണം നമ്മൾ ഇത് വേവിച്ചെടുക്കേണ്ടത്. ചിക്കനൊക്കെ റെഡിയായി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ചോറ് ഊറ്റി നന്നായി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ചോറ് ദമ്മിടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല മഴയും നല്ല ചൂടുള്ള ബിരിയാണിയും. ബിരിയാണി ദമ്മിടുന്നതിന് മുമ്പ് ഒരല്പം പാലിൽ ഇതുപോലെ മഞ്ഞൾപ്പൊടി കലക്കി നമുക്ക് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അതിന് നല്ലൊരു സ്മെല്ല് കിട്ടാനും കളറ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ബിരിയാണി നന്നായി അടച്ച് വെച്ചിട്ടുണ്ട്. ശേഷം ഞാനൊരു കുഞ്ഞു സലാഡ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ക്യാപ്സിക്കവും സവോളയും കാരറ്റും ചേർത്തിട്ടുള്ള സലാഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നല്ല അടിപൊളി ബിരിയാണിയും അതിലേക്കൊരു സലാഡും നല്ലൊരു കട്ടൻ ചായയുമായി ഇന്നത്തെ ഊണ് റെഡി ആയി കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.